ചീര അല്ലേ ആൻറ്റി? അതെ അതെ, അത് ഇരുമ്പിൻ്റെ അംശം വളരെ കൂടുതലുള്ളൊരു പച്ചക്കറി ഇലയാണ്, പച്ചിലയാണ്. ഇത് ഇലക്കറികൾ നന്നായിട്ട് കുട്ടികളെല്ലാം നിർബന്ധമായി ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇലക്കറികൾ പല വെറൈറ്റി ഉണ്ട്. പിന്നെ ഇതൊരു റംബൂട്ടാനാണ്, അത് കായ്ക്കാൻ നിന്നത്. ഞാനപ്പോൾ ഇതെല്ലാവരും വെട്ടിക്കളയാൻ പറഞ്ഞിട്ട് ഈ ചെടികൾ വളർത്താൻ വേണ്ടി ഇതിനകത്തൊരു 6-7 അപൂർവയിന ചെടികളുണ്ട്. ഇതിൽ ഒരെണ്ണം ഇപ്പം എന്താ മുട്ട് ഇതാണ് മണിമുല്ല. ഇനിയിപ്പം മണിമുല്ല പൂത്ത് കഴിഞ്ഞാൽ ഇപ്പം അടുത്ത മാസം ക്രിസ്മസ് മുല്ലെന്നൊക്കെ അതിന് പറയാറുണ്ട്. തണുപ്പുള്ള സമയത്താണ് പൂക്കുന്നത്. ഇത് പൂത്ത് കഴിഞ്ഞാൽ പിന്നെ തേനീച്ചകൾക്കൊക്കെ ഒരു ആഘോഷം, വല്ലാത്ത മണവും കുറേ തരം കുഞ്ഞു കുഞ്ഞു പൂക്കൾ. അതുകൊണ്ട് ചെറുതേനീച്ച മുതൽ വരാറുണ്ട്. ഒരുപാട് വെറൈറ്റി, വേറെ ഒരു ഇവിടുത്തെ ഒരു ഓർക്കിഡ് കളക്ഷൻ. എനിക്ക് ഫിലനോസിസ് എന്ന് പറയുന്ന ഓർക്കിഡാണിത്. ഫിലനോസിസ് ഇത് ശരിക്കും ഒച്ചു പെട്ടെന്ന് ആക്രമിക്കുന്ന ഒരു വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിവരെ ഇങ്ങനെ വളരെ കെയർ ചെയ്യുന്ന. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ബാക്കിയെല്ലാം ഓർക്കിഡിൻ്റെ പൂത്ത് കഴിയുമ്പോൾ ഈ തണ്ട് അങ്ങ് ഉണങ്ങി പോവുക ചെയ്യുന്നത്. പക്ഷെ ഇതിനെ നമ്മൾ നനച്ചു കൊടുത്തു കഴിയുമ്പോൾ ഈ തണ്ടിൽ പിന്നെ അടുത്ത തൈ ഉണ്ടാവും. അങ്ങനെ ഞാനിവിടെ അതിൻ്റെ ക്ലിപ്പൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് അങ്ങനെ. അപ്പോൾ നനവ് പോലെ വരാൻ തുടങ്ങുമ്പോൾ പിന്നെ ഒരു തടിക്കഷണത്തിലേക്ക് അങ്ങനെ ഞാൻ ഇതിൽ നിന്ന് പിടിപ്പിച്ചെടുത്ത ചെടിയാണ് ഇത്. ഈ തണ്ടൊക്കെ പോയിട്ട് പിന്നെ അത് അടുത്ത തണ്ട് ഇവിടുന്ന് പൊട്ടിയിട്ട് ഒന്ന് പൂത്തു. ഇതും അതുപോലെ. അപ്പോൾ ഒച്ച കയറി ഇരിക്കാതിരിക്കാൻ വേണ്ടി ഈ തടിക്കഷണത്തിൽ ഇങ്ങനെ കെട്ടിയിരിക്കുന്നത് കേട്ടോ. ഇതെല്ലാം അതുപോലെ ഇങ്ങനെ. ഇതാണ് ഞാനെപ്പോഴും പോകുന്ന നഴ്സറിയിൽ നിന്ന് പോകാൻ തുടങ്ങിയ ഒരു ചെടി. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ് കൊണ്ടുപോയി രക്ഷിച്ചോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നതാണ്. അങ്ങനെ ഞാനിവിടെ കൊണ്ടുവന്ന് ഇതിനെ ഇങ്ങനെ കെട്ടിയെടുത്തിട്ട് ഒരു ICUവിലൊക്കെ പ്രവേശിപ്പിച്ച് അതിനെ സംരക്ഷിച്ച് ഇങ്ങനെ കൊണ്ടുവരുക. അപ്പോൾ ഇത് കണ്ട് ഞാനത് ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടാണ്. സെക്കൻഡ് ആ സൈഡ് വരുമോ? ഇത് കണ്ടോ, ഈ പൂത്ത തണ്ടാണ്. അങ്ങനെ ഞാൻ കെട്ടി വെച്ച് കൊടുത്തപ്പോൾ അവിടെ ഒരു വേര് വരാൻ തുടങ്ങി. ഇനിയിപ്പോൾ അതിലേക്ക് തടി കെട്ടി വെച്ച് അടുത്ത തൈ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ചെയ്തെടുത്ത ചെടിയായി കിടക്കുന്നത്. ഈ ചെറുതിലേ അമ്മയ്ക്കൊക്കെയും നമുക്കെന്താ പറയുന്നത്, നമുക്ക് ഓരോ മോൾക്ക് പാടാനുള്ള വാസനയുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു അതുപോലെ എനിക്ക് പാടാനുള്ള വാസനയുണ്ട്. എനിക്കറിയാം ചെടി വളർത്താൻ. പക്ഷേ ഭംഗിയായി വെക്കാനും അടുക്കാനും ഒന്നും ഉള്ളതില്ല. ഇങ്ങനെ അങ്ങ് കിട്ടുന്നതൊക്കെ വെക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എന്തോ എനിക്ക് തോന്നുന്നു അത് എല്ലാവർക്കും ഇല്ല എന്നുള്ളത് ഇങ്ങനെ പലരും ചോദിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഏറ്റവും ചെറിയ എല്ലാവർക്കും ഇങ്ങനെ വളർത്താനുള്ളൊരു. പിന്നെ അച്ഛനൊക്കെ ഭയങ്കര കൃഷിയുമായി ഒക്കെ, അമ്മയ്ക്ക് അതുപോലെ ചെടിയുമായിട്ട് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. എൻ്റെ ചെറുതിലേക്ക് നമ്മൾ കാണുമ്പോൾ മുതലേ വീട്ടിൽ ചെടികളും കൃഷിയും ഉണ്ട്. എൻ്റെ ചെറുതിലെ അച്ഛനാണെങ്കിൽ ഉഴുന്ന് പയറെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്തെടുക്കുമായിരുന്നു. അതുപോലെ കൃഷിക്കാരെ പറ്റി വളരെ നന്നായി പറയുന്ന ഒരാളായിരുന്നു അച്ഛൻ. അങ്ങനെ ഞാൻ 10ലെ ഇതിൻ്റെ അച്ഛൻ്റെ പേര് ശ്രീധരക്കുറുപ്പ് എന്നായിരുന്നു. അച്ഛനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുപോലെ കർഷകരെ പറ്റി ഭയങ്കര ഏറ്റവും അവരുടെ ഒരു മൂല്യത്തെ പറ്റി എപ്പോഴും ആവർത്തിച്ച് പറയുമായിരുന്നു. അതെ അതെ, കുടുംബത്തിലെ ചെടികളോട്ടാണ് ഇവിടെ ഇത് മണിത്തക്കാളി എന്ന് പറയുമ്പോൾ അത് നേരിട്ട് നമുക്ക് പറിച്ച് കഴിക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കും പിന്നെ മുതിർന്നവർക്കും ഒക്കെ. ഇത് ഞാനിവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് കൊണ്ടുപോയി ഒരു പടം എടുക്കണമെന്നൊക്കെ ഓർക്കുമെങ്കിലും കണ്ടിതൊന്നും അങ്ങനെ തീരുന്നു. ഞാൻ നോക്കട്ടെ. മണിത്തക്കാളി പാവങ്ങളുടെ മുന്തിരി എന്നൊക്കെ ഇതിനൊരു പേരുണ്ട്. ഓ, ഇതാണ് മണിത്തക്കാളി. വൈറ്റമിൻ എ ഒക്കെയാണ് ഇത് കേട്ടോ. നോക്കിയാലോ, നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ പുളിപ്പാണ് സംഭവം. ചെറിയ നല്ല ടേസ്റ്റ് ആണ്. ഞാൻ സത്യം പറഞ്ഞ മുമ്പേ തുടച്ചു കളഞ്ഞു. ഗാന്ധിഭവനിൽ ഇത് ഇനി കുറച്ച് കൂടുതൽ നട്ടു വളർത്തണമെന്ന് വിചാരിക്കും. കാരണം കുട്ടികൾക്ക് നേരിട്ട് നമുക്ക് പറിച്ചു കൊടുക്കാൻ പറ്റുമല്ലോ. ഇത് നമ്മൾ ഇതിന്റെ തൈ ആണോ അതോ കട്ടിയതോ? മതി കേട്ടോ, അപ്പുറത്തെ ശബ്ദം. ഇത് രമ്പ എന്നും ബിരിയാണി കൈത എന്നും പേരുണ്ട് ഇതിന്. ഇത് നമുക്ക് ഇതിൻ്റെ ഇലകൾ മുറിച്ച് വെച്ച് അതൊന്ന് വാടിയതിന് ശേഷം ശരിക്കുള്ള മണം വരുള്ളൂ. പച്ചരി കൊണ്ട് നമ്മൾ ഇത് ഫ്രൈഡ് റൈസ് വെച്ചാലും ബിരിയാണിയുടെ നല്ല മണം വരും. ഞാനത് ഇടയ്ക്ക് മുറിച്ചിട്ട്
കേട്ടിട്ടുണ്ടല്ലേ? നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ, പിന്നെ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്, നേരിട്ട് കാണുന്ന ഞാനിങ്ങനെ ഒരുപാട് പേർക്ക് തൈകൾ കൊടുക്കുകയും ഒക്കെ അറിയിച്ചിട്ടും തരാം. ഞാൻ ഇടയ്ക്ക് ഇതുപോലെ ഒരുപാടാകുമ്പോൾ മുറിച്ചിട്ട് നമ്മുടെ ഒരു സുഹൃത്ത് റോഡിലാണ് ഒരാളുണ്ട്, കൊടുത്തിടാറുണ്ട്. ഞാനത് കണ്ടിട്ടുണ്ട്, ടി വിയിലെ കണ്ടിട്ടുണ്ട്.